നമ്മുടെ പോഡ്കാസ്റ്റിൽ ഒരുപാട് വ്യത്യസ്ത രൂപത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ പലപ്പോഴും പലരും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാറുണ്ടെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അൻസാറുമായിട്ട് ചർച്ചകൾ നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ അത്യാവശ്യം ആൾക്കാർ നല്ലപോലെ സ്വീകരിച്ച് ഈ പാരൻസും കുട്ടികളും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷനൊക്കെ പറയുമ്പോഴേ ഈ അൻസാറിനെ തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹാർവസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പോൾ അൻസാർ ഒരുപാട് കുട്ടികളും പാരൻസുമായിട്ടുള്ളൊരു മാനസിക തലത്തിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അൻസാർ നിങ്ങൾ ചോദ്യമൊന്നും എനിക്ക് തരണ്ട, ആ സ്പോട്ടിൽ ഞാൻ പറഞ്ഞോളാം. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ? എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ അഡ്മിഷൻ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു? വിജയ ശതമാനമൊക്കെ പറയുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയാണ്. നമ്മൾ പിന്നെ ഈ റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അതിൽ ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ നാട്ടിൽ ഫുൾ A+ കിട്ടുക അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളതാണ് റിസൾട്ട്. എൻ്റെ കേസിൽ അതല്ല റിസൾട്ട്. എൻ്റെ കേസിൽ എൻ്റെ കയ്യിലേക്ക് ഒരു കുട്ടി വരുമ്പോഴുള്ള റിസൾട്ട് എന്താണോ അത് 60% ആണെങ്കിൽ ആ കുട്ടി പഠിച്ച് RSL പഠിച്ച് പോകുമ്പോഴേക്കും അത് 70 ആയാൽ എന്നെ സംബന്ധിച്ചത് റിസൾട്ടാണ്. അതല്ലാതെ മറ്റു കുട്ടികളായിട്ട് കമ്പയർ. കാരണം ആ 70% ആ കുട്ടിയെ സംബന്ധിച്ച 70% അക്കാഡമിക്കലിൻ്റെ ബാക്കി 30% വേറെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കും എന്തുണ്ടാവുക, കഴിവുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ ഭാവി മറ്റു കാര്യങ്ങളൊക്കെ ഒരിക്കലും പഠനം മാത്രം വെച്ചുകൊണ്ട് വിലയിരുത്താനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് എൻ്റെ കയ്യിലേക്ക് വരുന്ന കുട്ടികളെ ഏറ്റവും ലോ ലെവൽ ഏത് ലെവലിലാണോ ഉള്ളത് അതിൽ നിന്നും ഒരു പോയിന്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ പോലും ഞാനത് റിസൾട്ടായിട്ടേ പറയുന്നുള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ നല്ല റിസൾട്ടാണ്. അൻസാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കുട്ടികളും പാരൻറ്റും തമ്മിലുള്ള വിഷയം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പാരൻറ്റും ഒരു കുട്ടിയും തമ്മിലൊരു മാനസിക ബന്ധമുണ്ടല്ലോ, മാനസികമായിട്ടുള്ളൊരു അടുപ്പം, അതെങ്ങനെ വളർത്തിയെടുക്കാം, എങ്ങനെ സ്ട്രോങ് ആക്കിയെടുക്കാം? എന്തായിരിക്കും അൻസാറിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഒരുപാട് പാരൻസിനെ കാണുന്നു, ഒരുപാട് കുട്ടികളെ കാണുന്ന ആളല്ലേ, എന്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടിടത്തോളം പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് കുറവില്ലാത്ത രീതിയിൽ എന്ത് കാര്യങ്ങളും രക്ഷിതാക്കളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോണ്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റിയ നല്ലതാണ്. അത് വേണം. കാരണം എന്താ വെച്ചാൽ അത് ഉപ്പനോട് പറഞ്ഞാൽ ശരിയാവില്ല, അതിൽ ഉമ്മനോട് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഫേസ് ചെയ്ത് അത് സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് അത് വലിയ ഇഷ്യൂസിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചില റിലേഷൻസ് ആവാം, അതുപോലെ തന്നെ ചില ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലെങ്കിൽ ചില മറ്റ് ഒരുപാട് ദുശീലങ്ങളാവാം, മയക്കുമരുന്ന് പോലത്തെ ദുശീലങ്ങളാവാം. ആദ്യം നമ്മളതിൽ പോയി പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊന്ന് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുക, നമ്മൾ സെൽഫായിട്ട് റിക്കവർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല, നിങ്ങൾ ഷെയർ ചെയ്യാൻ ആരെങ്കിലും വേണം. അതെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഷെയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ രക്ഷിതാക്കളാണ്. കാരണം അത് അയാളുടെ ഉള്ളിലുള്ള ഒരു പോയിന്റാണ്. ആ പോയിന്റ് പുറത്തേക്ക് എത്തുമ്പോൾ രക്ഷിതാക്കളല്ലാതെ മറ്റൊരാളാവുമ്പോൾ ഇത്ര സേഫ്റ്റി നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ആ പേരും പറഞ്ഞ് അവർ ബാർഗെയിൻ ചെയ്യേ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മോശം അവസ്ഥയെ കൊണ്ടുള്ള സാധ്യതയും മനുഷ്യന്മാരാണ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രക്ഷിതാക്കളുമായിട്ട് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ വരെ നമ്മൾക്ക് ചിലപ്പോൾ ചെറുതായി തോന്നുന്ന അവർക്ക് വലുതായിരിക്കാം. എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരുപാട് മക്കളെ തുടക്കത്തിൽ തന്നെ ക്ലിയർ ചെയ്യാൻ സഹായിക്കും. മാനസികമായിട്ടൊരു ബോണ്ടിങ് വരും. ഇപ്പം ഞാൻ ഇത് ചോദിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മോൻ അപ്പു നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അപ്പുവിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പു നമുക്കൊന്ന് നേരിട്ട് എന്തായാലും അപ്പൂരെ കൊണ്ടുവരാം. കാലമായിട്ട് അപ്പു നമുക്ക് കൊണ്ടുവരാം. അപ്പവും പാത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അപ്പു ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു. അത് ഞാൻ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ ഒരു മാനസികാവസ്ഥ വരുന്നത് എൻ്റെ ഇമ്പോർട്ടൻസ് ആണല്ലോ. ആസ് എ പാരൻസ് ഞാൻ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത്? അൻസാറിൻ്റെ കാഴ്ചപ്പാട് ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം നമുക്ക് ഒരു വട്ടം കേട്ടു, അപ്പോൾ ഭയങ്കര ഞെട്ടലായിരിക്കും അല്ലേ? അതേ സംഗതി ഒരു 4 ദിവസം കഴിഞ്ഞ് കേട്ടാലോ ഞെട്ടില്ല. ഇല്ല. ഞാൻ ഓഫീസിൽ അവിടെ ചെയ്യാറുള്ളൊരു കാര്യമാണ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് വെച്ചാൽ അപ്പം തന്നെ പോയിട്ട് ആക്ഷൻ എടുക്കാറില്ല. ഞാൻ അറിയാത്ത മാതിരി നിൽക്കുക ചെയ്യുക. കാരണം നമ്മളെ മെൻ്റലി ഒന്ന് സ്റ്റേബിൾ ആവാൻ അത് സഹായിക്കും. എന്നതിന് ശേഷം ഒരു 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇനി രക്ഷിതാക്കളോട് സംസാരിക്കേണ്ട കാര്യം സംസാരിച്ചതിന് ശേഷം മാത്രമേ ആ കുട്ടീനോട് എന്ത് ചെയ്യുള്ളൂ, നേരിട്ട് പോയിട്ട് നമ്മൾ
കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ. അപ്പോൾ അപ്പൂനൊരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്പോട്ടിൽ പോയി നമ്മളെ എല്ലാ പ്രഷറും നമ്മളവിടെ ചിലപ്പോൾ നിയന്ത്രണം ഇല്ലാത്ത രീതിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മളൊന്ന് ആദ്യം ഒന്ന് കാമാകുക. യെസ്, സഡൻ ആക്ഷൻസ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഏറ്റവും വിലപ്പെട്ട സംഗതിയാണല്ലോ മക്കൾ എന്ന് പറയുന്നത്. അവർക്കും തെറ്റ് പറ്റാം, നമ്മൾക്കും ആ പ്രായത്തിൽ ചിലപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടാവും, വേറെ തലത്തിൽ അത് വേറെ തലത്തിലാവും. അന്നത്തെ കാലം ആ ലെവലിലല്ലേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കുറച്ചൊന്ന് മെൻ്റലി റിലാക്സ് ചെയ്തതിന് ശേഷം അതിനോട് നമ്മൾ മാനസികമായി ശാരീരികമായി പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികളത്തേക്ക് ചെന്നിട്ട് അത് സംസാരിക്കുകയാണെങ്കിൽ ഒന്നും കൂടി കൂളായിട്ട് സംസാരിക്കാനും അത് അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൂട്ടാനും സഹായിക്കും. കാരണം എന്തായാലും ഉപ്പനെ പറ്റികൾക്ക് ജനിച്ചന്ന് മുതലേ അറിയാലോ. അപ്പോൾ ഇതൊക്കെ ചൂടാവുന്ന ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു കാര്യത്തിൽ അവർ വന്നിട്ട് മോനെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ആണെങ്കിൽ ഇതിന് എങ്ങനെ രക്ഷപ്പെടാം എന്ന രീതിയിലൊരു വളരെ രസകരമായ രീതിയിൽ സംസാരിച്ചാൽ ഒരുപക്ഷെ നിങ്ങളോടുള്ള സ്നേഹം ഒരുപാട് ഉയരുകയും ഇനി എന്തുണ്ട് ഉപ്പാനോട് എനിക്ക് പറയാൻ പറ്റുന്നുള്ള സത്യം മക്കൾ മനസ്സിലാക്കുകയും ചെയ്യും. നിനക്കൊരു പ്രോബ്ലം പറ്റി, ഞാൻ അറിഞ്ഞു, നമുക്കൊരു സൊല്യൂഷൻ കാണാൻ തീരുമാനം. അങ്ങനെ ഓരോ പ്രോബ്ലംസ് അവന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മക്കളെ സൊല്യൂഷനൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലാതെ പറ്റാത്ത പ്രോബ്ലംസ് ഒന്നും നമ്മളെ നാട്ടിൽ ഇല്ല. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയം കാര്യം കണ്ടെത്താതിരിക്കുമ്പോഴാണ് പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു വടിയേറ്റ് ചെന്നിട്ട് കുറെ ഷൗട്ട് ചെയ്തിട്ടോ കുറെ ഫയർ ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ സ്കൂളിൽ തുടക്ക സമയങ്ങളൊക്കെ നമ്മളൊക്കെ ഒരുപാട് വടിയൊക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും സ്നേഹം ഉണ്ടാവും, മക്കൾക്ക് സ്നേഹം ഉണ്ടാവും എന്നറിയാം. പക്ഷെ എന്നാൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ടാവും. മക്കളുടെ പ്രവൃത്തികളെല്ലാം ഒരു കാറ്റഗറൈസിൽ കൊണ്ടുവരാൻ, ഒരു കാര്യത്തിൽ കൊണ്ടുവരാൻ പറ്റൂല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലഹരി ഉപയോഗം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമ്മൾ ഒരു പക്ഷേ വടികൊണ്ട് അടിച്ചാൽ മാറുന്ന ഒരു കാര്യം ആയിക്കൊള്ളുന്നില്ല. നമുക്ക് അത് അടുത്ത സബ്ജക്റ്റ് സംസാരിക്കണം. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അൻസാറിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാര്യം അൻസാർ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരു വർഷങ്ങളായി ഹാർവസ്റ്റ് എന്ന സ്കൂൾ നടത്തുന്നു, ഒരുപാട് കുട്ടികളെയും ഒരുപാട് പാരൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. നമുക്ക് വീണ്ടും കാണണം. അതെ, താങ്ക് യു.